ആശകളായിരം ജയറാം മൂവി. ജയറാം ആൻഡ് കാളിദാസ് ജയറാമിന്റെ കോംബോയിൽ ഇറങ്ങിയ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടം ഞങ്ങൾക്ക് ഈ ആഴ്ചയാണ് കാണാൻ പറ്റിയത്. വി വർ ട്രാവലിംഗ്. സോ ആശകളായിരം ഒരുപാട് ആശകൾ വെച്ച് കാണാൻ പോയൊരു സിനിമയാണ് ഞാൻ. ബിക്കോസ് നല്ല റിവ്യൂ, നല്ല പോസിറ്റീവ് കോമൻറ്റ്സ് ഇങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ ആശ ഫുള്ള് കിട്ടുപോയി. എനിക്ക് ഈ പടത്തിനേക്കാളും ആ പേളിമണ്ണിൻ്റെ ഇൻ്റർവ്യൂ ആണ് കൂടുതൽ ഇഷ്ടമായത്. സീരിയസ്ലി. കാരണം എന്താ പറയുക, പടം ഒരു ബിലോ ആവറേജ് പടം, ഫീൽ ഗുഡിൽ ബിലോ ആവറേജ്. പറഞ്ഞ പോലത്തെ ഒരു സംഭവം എനിക്കൊന്നുമില്ല. ജയറാമിൻ്റെ മടങ്ങി വരവ്, ജയറാം അങ്ങനെ ഭയങ്കര, ജയറാം അടിപൊളിയാണ്. ജയറാം ഈ പടത്തിലല്ല, ഇതുപോലത്തെ ഏത് സാധനം കൊടുത്താലും ജയറാം തകർക്കും. അതായത് ജയറാമിന് ഇതൊരു കേക്ക് വാക്കാണ്. സിമ്പിളായിട്ട് ഒരു നോർമൽ ഫാദർ, സ്ട്രഗിളിങ് ഫാദർ റോള് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ ഈസി ആയിട്ട് ചെയ്യും. നമ്മൾ അയാൾ എത്രയോ സിനിമകൾ കണ്ടതാണ്. ഇങ്ങനത്തെ ഒരു സാധാരണക്കാരൻ ഒരു നെക്സ്റ്റ് ഡോർ അച്ഛൻ എന്നുള്ള ക്യാരക്ടറോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നെക്സ്റ്റ് ഡോർ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഇയാൾ ബെസ്റ്റാണ്. പിന്നെ ഇയാൾ കംപ്ലീറ്റ്ലി സിനിമയിൽ നിന്ന് വിട്ട് നിന്നിട്ടുമില്ല. മലയാളത്തിൽ ഇയാൾക്ക് നല്ലൊരു ഐറ്റം കിട്ടിയില്ല. കിട്ടിയപ്പോൾ എന്താ അറിയോ, ഒരു നോർമൽ ഐറ്റം കിട്ടി, അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റം കിട്ടി, അയാൾ ചെയ്തു. അപ്പം അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഇമ്പ്രസീവ് അല്ല, അല്ലെങ്കിൽ നറേഷൻ എനിക്ക് അത്ര ഇമ്പ്രസീവ് ആയി തോന്നിയില്ല. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബിലോ ആവറേജ് ഫീൽ ഗുഡ് പടം എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. ഇനി ആശകളായിരത്തിൻ്റെ കോർ സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ ക്യാരക്ടറായിട്ടുള്ള ജയറാമിനായിട്ടുള്ള മകനായിട്ടുള്ള കാളിദാസൻ സ്വന്തം മകൻ സിനിമയിലും അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയാണ് അവരെ കെമിസ്ട്രി? കാരണം നമ്മൾ പണ്ട് കണ്ടതാണ്, മുന്നേ കണ്ടതാണ്. അന്ന് ചെക്കൻ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും മേടിച്ചതാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ സാധനം അയാൾ അഭിനയിച്ചു, അയാൾക്ക് കഴിവില്ലായിട്ടല്ല. ആ കുട്ടിയായിട്ട് അഭിനയിച്ച് അവിടെ നിർത്തിയാതിരുന്നുണ്ടോ കാളിദാസന്? ഇതിലൊക്കെ എന്ത് ചടപ്പിക്കലും വെറുപ്പിക്കലും ആണു. അത് ഒന്നാമത് പറഞ്ഞാൽ ജയറാമും അപ്പുറത്ത് ആശാചാര്യത്തും കൂടി ആ കോംബോ ഭയങ്കര വർക്കാണ്. അവരുടെ ഇടയ്ക്ക് ഇത് വരുമ്പോൾ മറ്റേ കഞ്ഞിൽ കല്ലിട്ട പോലത്തെ അവസ്ഥ. അതിങ്ങനെ വലിയ രണ്ട് സഖ്യപർവ്വത്തിന് നടുവിൽ ആകുമ്പോഴേ ഉള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര കൺവിൻസിങ് ആയില്ല. അവർ ആ മകൻ എന്നുള്ള ക്യാരക്ടർ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫ് ഭയങ്കര താന്നു നിന്നു പെർഫോമൻസിന്. അതാ എനിക്ക് തോന്നുന്നത് ജയറാമിന് പോലെ അച്ഛനടുത്തുള്ളതുകൊണ്ട് ഇയാള് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടാൻ നോക്കിയപ്പോൾ അത് കയ്യിൽ നിന്ന് പോയതാണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ പടം ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമാമോഹം കൊണ്ട് നടക്കുന്ന മകൻ ക്യാരക്ടർ, മകനിൽ ഭയങ്കര വെറീഡ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ ക്യാരക്ടർ. അച്ഛനും മകനും എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു അമ്മ. ഇതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു പെങ്ങളെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ആ പെങ്ങള് നന്നായി ചെയ്തിട്ടുണ്ട്, പെങ്ങളെ ക്യാരക്ടർ നന്നായി അവർ ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ഉണ്ട്. പക്ഷെ ആ ക്യാരക്ടറിന് ഒരു ഡെഫിനേഷൻ ഇല്ല. ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും ഇല്ല. അതാ വീട്ടിലുള്ളതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ വീട്ടിനകത്തൊരു പെങ്ങളെ വെക്കണമല്ലോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വെച്ച് പോയത്തെ ഒരു അവസ്ഥ. എനിക്ക് ആ കുട്ടിക്ക് ഒന്നും കൂടെ ആക്ട് ചെയ്യാൻ ചാൻസ്, ഒന്നും കൂടെ പൊളിച്ചടിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പെങ്ങളെ ക്യാരക്ടർ. പിന്നെ കാളിദാസ് ജയറാമിന്റെ ഫ്രണ്ട്സ്, അതിൽ നമ്മൾ അഖിലന്നാറിന്റെ ഉണ്ട് കേട്ടോ. കിട്ടിയ സാധനം അടിപൊളിയാക്കി. അഖിൽ നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം അഖിലിന് സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, ഡയലോഗ് ഡെലിവറി അടിപൊളിയാണ്. സാധാരണ ഈ സോഷ്യൽ മീഡിയയിൽ സിനിമയിൽ പോകുമ്പോൾ പലർക്കും പറ്റുന്ന വിഷയം അഖിലിന് പറ്റിയില്ല. അഖിലിന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിട്ടിയത് ഡീസൻ്റ് ആയി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാലോ, എനിക്ക് ജയറാമും ആശാചാരത്തും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷറഫുദ്ദീൻ മോനെ. ആ ക്യാരക്ടർ എന്താണോ ആവശ്യപ്പെട്ടത്. ഷറഫുദ്ദീനെ നമുക്ക് ദേഷ്യം വരും. ഷറഫുദ്ദീനോട് ഒരു വൈരാഗ്യം ദേഷ്യമൊക്കെ വരും നമുക്ക്. അങ്ങനെ ഷറഫുദ്ദീൻ ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം അച്ഛൻ മകൻ ഒരു ഈഗോ ക്ലാഷ്. അതിൽ സിനിമ എന്ത് റോള് പ്ലേ ചെയ്യുന്നു, അച്ഛൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ സിനിമ എന്ത് റോൾ. ഈ സിനിമയിലെ ഏറ്റവും വലിയ റോളുള്ളത് സിനിമയ്ക്ക് തന്നെയാണ്. അപ്പോൾ സിനിമയ്ക്കകത്ത സിനിമ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ സിനിമയ്ക്കകത്തൊരു സിനിമ ഇവരുടെ ജീവിതത്തിനെ പിടിച്ചു കെട്ടുന്നത്, എങ്ങനെയാണോ ബാധിക്കുന്നത്, അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി ഒന്നുമില്ല. മകൻ്റെ സ്ട്രഗിൾ കാണിക്കുന്നുണ്ട്. ലേറ്റർ ഓൺ അച്ഛൻ്റെ പ്രൊഫഷണൽ സ്ട്രഗിൾ പ്ലസ് അച്ഛൻ എന്നുള്ളൊരു സ്ട്രഗിൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കോയിൻസിഡൻസ് പോലെ ഒരു സംഗതി നടക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവിടെ തീരും. സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ സിനിമ നേരെ ഉൾട്ടയായി. എന്താണോ മകന്റെ സ്ട്രഗിൾ അത് അച്ഛന്റെ സ്ട്രഗിൾ ആയിട്ട് മാറുന്നു. മകൻ എന്തായിരുന്നു അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് രമേഷ് പിഷാരടി വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല, അങ്ങനെ വന്നുപോയി. പിന്നെ ഈ സിനിമേൻ്റെ ഏറ്റവും എനിക്ക് ലോ ആയിട്ട് തോന്നിയൊരു കാര്യം പറയാം. എന്തിനാണ് ഈ പഴയ പടത്തിന്റെ റെഫറൻസോ അല്ലെങ്കിൽ അതിന്റെ സാധനം, അത് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മാസ് മസാല എന്റർടൈനറിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ സമ്മതിക്കും. നമ്മളെ ബബ്ബൊക്കെ പോലെ അങ്ങനത്തെ ഒരു സാധനത്തിൽ മിക്സ് അല്ല ബബ്ബ ഇനി പറഞ്ഞാൽ നമ്മള് ബബ്ബൈ സെൻസ് ആവും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇതല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് പടമായിട്ട് ഇങ്ങനെ പോകുന്നൊരു പടത്തില് മറ്റേ ഇതൊക്കെ പറയാൻ വേണ്ടി തോന്നിയില്ലേ, വെക്കാൻ വേണ്ടി വെച്ച പോലത്തെ ഒരു അവസ്ഥ. അഥവാ കയ്യിൽ നിന്ന് പോവാണെങ്കിൽ ഇതിനൊക്കെ കുറച്ച് കൈഡ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. ജയറാമിന്റെ
എക്സെപ്ഷണൽ ഡയലോഗ്സും പെർഫോമൻസും ഉള്ള സാധനങ്ങളാണ്. ഇത് ഈ ട്രോൾ മീം സാധനങ്ങൾ മാത്രം കൊടുന്ന് വെക്കുമ്പോൾ അതും തന്നെ ഇവരുടെ ഇൻറ്റൻഷൻ എന്താ, അതുവഴി കുറച്ച് ട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ചിരിയോ കൊണ്ടുവരാനുള്ള ഒരു ഐറ്റം. ചിരിച്ചു, പക്ഷെ ചിരിച്ചത് എന്തിനറിയോ, കഷ്ടം എന്ന് പറഞ്ഞ് ചിരിച്ചതാണ് ഞാൻ. ചിരിച്ചിട്ടുണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ എന്തൊക്കെയാ തിയേറ്റർ ചെയ്ത് ചിരിച്ചതാണ്. എനിക്ക് ഭയങ്കര നൈസായിട്ട് തന്നെ തോന്നി. പെർഫോമൻസ് അടിപൊളിയാ, പെർഫോമൻസ് കൊണ്ടല്ല പ്രശ്നം. ജയറാമിന് സ്ക്രീനിൽ കാണിക്കുമ്പോൾ അയാളൊക്കെ സ്ക്രീനിൽ വന്ന് എന്താ ഉണ്ടാവുക അറിയാലോ, ആ ഒരു മാജിക് കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാളിദാസനിക്ക് എത്തുമ്പോൾ അതിലൊരു സീനുണ്ട്. അതായത് ഷറഫുദ്ദീൻ പെർഫോം ചെയ്തതിന് ശേഷം അതേ സീന് ജയറാം പെർഫോം ചെയ്യുന്ന ഒരു സീനിൽ നമുക്ക് അതൊക്കെ അയാളെ ആസ് എ നടൻ അയാളെ ബ്രില്യൻസ് ആണ്. അത് ഷറഫുദ്ദീനെയും സമ്മതിക്കണം. ഷറഫുദ്ദീൻ അത് അങ്ങനെ അയാളും പെർഫോം ചെയ്തു, അടിപൊളിയായി. ഇത് രണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ക്ലൈമാക്സിന് ലാസ്റ്റ് വന്നിട്ട് ഈ കാളിദാസ് ജയറാം പറ്റത്തത്ര വലിയൊരു സാധനം. ഉറപ്പ് ഞാൻ പറയാം, OTT ഇറങ്ങുമ്പോ കാളിദാസനുണ്ടല്ലോ ട്രോൾ അടിച്ച് ഒരു മറ്റേതാവും ഗുണ്ടകളല്ല, അതിലപ്പുറം ട്രോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് ക്ലൈമാക്സിലുള്ള അഭിനയം കണ്ടിട്ട്. അമ്മ അതെ ഐറ്റഡ് എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് കുറച്ച് ഹെവി ആയിരുന്നു. നമുക്ക് മറ്റേ സിനിമയിൽ ലാസ്റ്റ് മറ്റേ കടുക്കനിട്ടൊക്കെ പറയണ പോലത്തെ സാധനമായിരുന്നു അത് എടുത്താൽ പൊങ്ങാത്തൊരു ഐറ്റായി പോയി അത്. അങ്ങനെ ആകെ മൊത്തം ഈ സിനിമ എന്ന് പറയുന്ന എലമെന്റ് ഈ ഫാമിലിയെ എങ്ങനെ ബാധിക്കുന്നു, അത് ഇവരിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരുന്നു, ഒരു സിനിമേന്റെ ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു എല്ലാം. ഇപ്പൊ ഞാനിതിൽ വേറൊരു സംഗതി കണ്ടെന്താ പറയാ, എനിക്ക് ഈ സിനിമയെ തന്നെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു നടന്റെ മകൻ, പിന്നെ അതിന്റെ ഫാമിലി, എന്നിട്ട് അതിനെതിരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട്. അത് സത്യത്തിൽ ഇവര് നെപ്പോ കിഡ്സ് എന്നുള്ള സാധനം ഇവരെ തന്നെ ട്രോൾ ചെയ്താണോ എന്നുള്ള ഡൗട്ട് എനിക്ക് തോന്നി. ഡയറക്ടറും റൈറ്ററും നെപ്പോ കിഡ്സിന്റെ സാധനത്തിലൊക്കെ കൊണ്ടുവച്ച് ഈ സാധനം പറയുമ്പോ സത്യത്തിൽ അതൊരു സെൽഫ് ട്രോൾ അടിച്ച പോലെ ഇവിടെ ഇവർക്ക് വന്ന് വീഴുമെന്നുള്ളൊരു സാധനം. അത് നെപ്പോ കിഡ്സിന്റെ റെഫറൻസ് ഒന്നും വെക്കേണ്ട കാര്യം ഇതിനകത്തില്ല, ചുമ്മാ വെച്ച്. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, നെപ്പോ കിഡ്സ് എല്ലാരും വേസ്റ്റ് ആണോ, വേസ്റ്റ് ഓഫ് ടാലന്റ് ആണോ? അല്ല. നെപ്പോ കിഡ്സ് ഇപ്പൊ ഓബിയസ്ലി നമ്മളെ സൊസൈറ്റിയിൽ ഒന്ന് കണ്ണുപിടിച്ച് നോക്കിയാൽ എല്ലാ പ്രൊഫഷനിലും ഒരു നെപ്പോ സാധനം ഇല്ലേ. ഡോക്ടർ മകൻ ഡോക്ടർ ആവുന്നു, എഞ്ചിനീയർ ആവുന്നു, അതുപോലെ തന്നെ ഇപ്പൊ ഒന്നും വേണ്ട, സോഷ്യൽ മീഡിയ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടക്കം പ്രൊഫൈൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയക്ക് പറഞ്ഞു വിടുന്നു. അല്ല, ഇതിപ്പോ ഇനിയിപ്പോ എങ്ങോട്ട് നോക്കണം, നമ്മളെ വിളിക്കുന്നത് നോക്കിയാൽ നമ്മൾ അച്ഛൻ ചെയ്തതല്ലോ. അല്ല, നെപ്പോ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്ന് പറഞ്ഞത്, നെപ്പോ ഈസ് ദെയർ. അപ്പൊ സിനിമയിലാണെങ്കിൽ നെപ്പോ ഉണ്ട്, അത് ഹാംഫുൾ ആയിട്ടുണ്ട്, അല്ലാതെ ഉണ്ട്. ഹാംഫുൾ ആയത് ഇപ്പൊ സൊസൈറ്റി കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ പണ്ടത്തെ പോലെ നെപ്പോ ആണെന്ന് പറഞ്ഞിട്ട് സക്സസ് ആവുന്നു. നമ്മളവിടെ സക്സസ് ആയ നെപ്പോ കിഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് വരേണ്ട ആൾക്കാർ. അങ്ങനെ ഡയറക്ടർ പ്രജിത്ത് അല്ലേ, പ്രജിത്താണ് ഡയറക്ടർ. ഓക്കെ, അയാൾക്ക് കിട്ടിയ സ്റ്റോറി അയാൾ അങ്ങനെ എടുത്തു വെച്ചു എന്നല്ലാതെ വലിയ ഡയറക്ടർ ബ്രില്യൻസ് കാണിക്കാനുള്ള ഐറ്റങ്ങളൊന്നും ഇതിനകത്തില്ല. റൈറ്റർ ജൂഡ് ആൻ്റണി ഉണ്ട്, പിന്നെ ഒരു അരവിന്ദ് എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട്. എഴുത്താണെങ്കിലും ഇതൊരു ആ ഒരു വൺ ലൈനർ, നോർമൽ പടം നമ്മളങ്ങനെ ഭയങ്കര. ഇപ്പൊ ജയറാം പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു പോകണ്ട, അങ്ങനെ തന്നെ വലിയ സംഭവം. അതായത് എഴുത്തിലോ സ്റ്റോറി ടെല്ലിങ്ങിലോ ഒന്നും നമ്മളെ പിടിച്ചിരുത്താനുള്ള ഫാക്ടറി ഇല്ല, എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. അടിമുടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ആയിരിക്കും, ഇതിപ്പോൾ വരും. ഈവൻ ഡയലോഗ് അടക്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1-2 സീനുണ്ട്, ഇതിൻ്റെ ബാക്കിയുള്ള ജൂനിയർ എന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ ബാക്കി കോ ആക്ടേഴ്സ് ചുറ്റും നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ട് കുറെ പ്രോത്സാഹനമൊക്കെ. അങ്ങനെ ആലോചിച്ച് ഈ കാലഘട്ടത്തിലും സിനിമയിൽ ഇത് വെക്കേണ്ട കാര്യം, ആ സീന് കൺവിൻസിങ് ആക്കാൻ എന്തിനാണ് ചുറ്റും നിൽക്കുന്ന ബാക്കി ക്യാരക്ടേഴ്സ് അങ്ങനെ പറയേണ്ട കാര്യമുള്ളത്? ആള് പെർഫോം ചെയ്ത് കത്തിക്കേണ്ട സാധനം ഇപ്പൊ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കത്തിച്ചാണോ അറിയാം. അങ്ങനെ കുറെ ഐറ്റങ്ങള്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, പടത്തിന് പോയിട്ട് ഇത് കാണണ്ടില്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഫീൽ ഗുഡിൽ ഏറ്റവും ഒരു വളരെ ലോ ലെവൽ സാധനം. പിന്നെ ഈ പറഞ്ഞ പോലെ ജയറാമിനെ കാണാം, അയാളുടെ പെർഫോമൻസ് കാണാം, ആശാ ശരത്തും ജയറാമും തമ്മിലുള്ള കോംബോ കാണാം. കാളിദാസ് ജയറാമിന്റെ അവിടേക്ക് എനിക്ക് നോക്കാനേ തോന്നിയത്, അതുകൊണ്ട് പിന്നെ ഞാനത് പടം കഴിഞ്ഞു വരുമ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തേക്ക്. അതായത് ഇത് ശരിക്കും അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ആണ്. ഈ സിനിമയിൽ സിനിമ പറയാ, ഈ സിനിമേന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും സിനിമ ഒരാൾക്ക് കിട്ടുന്നതും കിട്ടാത്തൊക്കെ കഥ പറയുമ്പോൾ അത് 100-ൽ 50 കൊള്ളും. കാരണം സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മളെ ചുറ്റുമുണ്ട്. എത്തിപ്പെടാൻ പറ്റാതെ, അങ്ങനെ ആവാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്ത് ഒഴിവാക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അവർക്കൊന്നും ഇത് ടച്ചിങ് ആവില്ല. അപ്പോൾ ഇയാൾ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇയാൾക്ക് സിനിമ ഭയങ്കര ആഗ്രഹം, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. ഞാൻ അവിടെ എവിടെയും അതിൽ കുറേ സെൻറ്റി ഡയലോഗ് ഉണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റി. ഇപ്പം ഞാൻ 2000 ഏതൊരു സംതിങ്ങിൽ ഞാൻ വിനീത് ശ്രീനിവാസൻ അയച്ച മെസ്സേജ് ഞാൻ അപ്പം ഒന്ന് വെറുതെ എടുത്ത് നോക്കി ഇതിങ്ങനെ കണ്ടപ്പോൾ അന്ന് അയച്ച മെസ്സേജ് അത്ര കൊണ്ടുപോകില്ലല്ലോ. അങ്ങനെ കൊണ്ടുവന്നു. അതാ ഞാൻ പറയാം, അങ്ങനെ കൊള്ളിക്കാവുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്ക് അതിനും വലിയ സംഭവങ്ങളുള്ള പെയിൻ ഉണ്ട്. ഇതെനിക്ക് അത്ര പെയിൻഫുൾ ആക്കാമായിരുന്നു. കാരണം റിയൽ ലൈഫിൽ ഭയങ്കര പെയിൻഫുൾ ആണ് അത് കിട്ടാതെ പോണ ഒരാൾക്ക്. അത് അങ്ങനെയൊക്കെ ആക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ ലൈറ്റായിട്ടാണ് പോയത്. ഇമ്പാക്ട് ഉണ്ടാക്കിയതൊന്നും തോന്നിയില്ല. അപ്പോൾ ദിലി സലാം സലാം ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കാളിദാസ് ജയറാമിനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. കാണാൻ ലുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ എന്താ പറയുക, അതിൽ ഒരു സാധനം കിട്ടിയില്ല. മനസ്സിലായി? അച്ഛൻ മകൻ ആ ഒരു കോംബോ ആണ് ശരിക്കും സിനിമയിൽ വർക്കൗട്ട് ആവേണ്ടത്. ആ സാധനത്തിനകത്തേക്ക് വരുമ്പോൾ ശരിക്കും മത്സരിച്ചു അതുണ്ടായത്. കാളിദാസിന് ഒട്ടും വിട്ടുകൊടുത്തില്ല ജയറാം ഇനി ഓപ്പോസിറ്റ് മകനാന്ന് നോക്കിയില്ല. ഇന്റെ ക്യാരക്ടർ ഞാൻ ചെയ്യും. അത് ഒന്നാമത് അയാളെ കയ്യിൽ അത്രയും നിൽക്കുന്ന സാധനം കൂടെ ആയപ്പോയി അയാളാണ്ട് വിളിച്ചെടുക്കി. അത് ഈസി ആയി പോയി. അപ്പം അത്രേ ഉള്ളൂ. ആശകളായിരം എനിക്കത്ര അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. ബട്ട് ഓക്കെ, ഒരു 500 ആശ ഉണ്ടായി. എനിക്കൊരു 50 ആശ, അത്ര എനിക്ക് പറയാൻ പറ്റും. എനിക്ക് 50 വന്നുള്ളൂ. വേറെ കാര്യം, ഈ ബാക്കി പടങ്ങളോടും കണ്ടു തീർക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ പോവാതിരിക്കുക ഒന്നും ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. അഭിപ്രായം പറയാന്നുള്ളത് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകും. ബാക്കി അപ് ടു യു, നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് പോയി കാണാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏജന്റ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് സിനിമ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ വേണമെങ്കിൽ പോയി. ഞാൻ ഇപ്പോൾ കാശ് കൊടുത്ത് ഞാൻ കാശ് കൊടുത്ത് കയറി കണ്ട അവിടെ ഞാൻ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ കാണാൻ താല്പര്യമുള്ള ഒരു ഫാമിലിക്ക് ആയിട്ട് പോയി കണ്ട ഒരു ഫാമിലി ഫാമിലി പോയി കണ്ട് ഞങ്ങൾക്ക് ഒരു നഷ്ടം. ക്ലീൻ സാധനമാണ്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഐറ്റം. ജയറാമിന് ഇഷ്ടമുള്ള നമുക്കറിയാലോ, കുറേ തമാശകളും പരിപാടികളൊക്കെ ജയറാമിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ. ശരി.